നമ്മുടെ മക്കളെയും നമ്മൾ തന്നെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം നുണ പറയുന്നതാണ്. നാവ് കൊണ്ട് നുണ പറയുന്നത്, പ്രവർത്തനം കൊണ്ട് നുണ പറയുന്നവരുണ്ട്, നാവ് കൊണ്ട് നുണ പറയുന്നവരുണ്ട്. നാവ് കൊണ്ടുള്ള ഏറ്റവും വലിയ തെറ്റുകളിൽപ്പെട്ടതാ നുണ പറയുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പ്രത്യേകിച്ച് അള്ളാഹിന്റെ പേര് പറഞ്ഞിട്ട് വല്ലാഹിയും തുമ്മ വല്ലാഹിയും പറഞ്ഞിട്ടൊക്കെ നുണ പറയുന്നത് വലിയ ഗൗരവമാണ്. പ്രത്യേകിച്ച് മുഅ്മിനീങ്ങളെ, മലയാളികളായ ആളുകൾ ഗൾഫിലേക്ക് പോയി 4 അറബിയൊക്കെ പഠിച്ചിരുന്ന ആളുകൾ ഇവിടെ വന്നിട്ട് തൊട്ടിരി പിടിച്ചിരും വല്ലാഹി പറയാൻ നിൽക്കണ്ട. അറബികൾ വല്ലാഹി എന്ന് പറഞ്ഞാൽ ലാ യുആഖിദുകുമുല്ലാഹു ബില്ലഗ്വി ഫീ ഐമാനിക്കും, നിങ്ങൾ അറിയാതെ നാവ് കൊണ്ട് വല്ലാഹി എന്ന് പറഞ്ഞു പോകുന്നതിൽ നിങ്ങൾക്ക് തെറ്റില്ല. പക്ഷേ വലാകിമ്മ തഅമ്മത്തും, നിങ്ങൾ മനഃപൂർവമായി വല്ലാഹി എന്ന് പറഞ്ഞ് ഒരു വിഷയം തെറ്റായി നിങ്ങൾ ചെയ്താൽ, അള്ളാഹുവിന്റെ നാമം വെച്ചുകൊണ്ട് ആണയിട്ട് ഉറപ്പിച്ച ഒരു വിഷയം നിങ്ങളത് പാലിക്കാതിരുന്നാൽ അതിന്റെ പ്രായശ്ചിത്തം കൊടുക്കേണ്ടി വരും. 3 ദിവസം നോമ്പ് നോൽക്കുകയോ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുകയോ ചെയ്യേണ്ടി വരും, കഫാറത്ത് ചെയ്യേണ്ടി വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ എന്ത് ചെയ്യേണ്ട? വല്ലാഹി പറയേണ്ട. നമ്മുടെ ഭാഷയുടെ ഭാഗവുമല്ലാതെ ആവശ്യമായ രംഗത്തല്ലാതെ പറയാനും പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമായിരുന്നു, ഉമ്മമാരെ, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ നുണ പറയാതിരിക്കാൻ നിങ്ങൾ മാതൃകയാവണേ. അബ്ദുല്ലാഹി ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പറയുന്നു, അന്നൊരിക്കൽ എന്റെ വീട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിരുന്നു. നബി തങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വല്ലപ്പോഴും വരാറുണ്ടായിരുന്നു. അവിടെ വന്ന് ഭക്ഷണം കഴിക്കുണ്ടെങ്കിൽ അങ്ങനെ ഒരിക്കലിരിക്കുമ്പോ എനിക്കോർമ്മയുണ്ട്, ഞാൻ പുറത്തു നിൽക്കുന്ന നേരത്ത് എന്റെ ഉമ്മ എന്നെ വിളിച്ചു, യാ അബ്ദുല്ലാഹ് തആൽ ഉഅതീക്, അബ്ദുല്ലാഹ് ഇങ്ങോട്ട് വാ, നിനക്ക് ഞാൻ തരാം എന്ന് പറഞ്ഞ് എനിക്കെന്തോ മധുരമോ എന്തോ സമ്മാനമോ തരാമെന്ന് പ്രലോഭിപ്പിച്ചുകൊണ്ട് എന്റെ ഉമ്മ എന്നെ വിളിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വഹാബിന്റെ കൂടെ സംസാരിച്ചു കൊണ്ടിരിക്കെ തന്നെ എന്റെ ഉമ്മയോട് തിരിഞ്ഞുകൊണ്ട് പറയുന്നത് ഞാൻ കേട്ടു, യാ ഉമ്മ അബ്ദില്ലാഹ്, അബ്ദുള്ളയുടെ ഉമ്മ, അമാ ഇന്നകി ലൗ ലം തുഅതിഹി ശൈഅൻ കുതിബത അലൈകി കിൽബ, എന്താണ് നിങ്ങൾക്ക് കൊടുക്കാനുള്ളത്? എന്താ നിങ്ങളുടെ മോന് കൊടുക്കാൻ പോകുന്നത്? നബിയേ, എന്റെ കയ്യിൽ ചില കാരക്കകളുണ്ട്, ഈ കാരക്ക ഞാൻ എന്റെ മോന് കൊടുക്കാൻ പോവുകയാണ്. എന്നാൽ അറിയണോ ഉമ്മ അബ്ദുല്ലാ, നിങ്ങളുടെ മോന് വല്ലതും കൊടുക്കാതെയാണ് നിങ്ങൾ ഈ വിളിച്ചതെങ്കിൽ, തരാം മോനെ, നിനക്ക് ഞാൻ തരാം എന്ന് പറഞ്ഞ് നിങ്ങൾ മോനെ വിളിക്കുകയും ഒന്നും കൊടുക്കാതിരിക്കുകയും ചെയ്താൽ അത് നിങ്ങളുടെ മേൽ കളവായിട്ട് അല്ലാഹുവിന്റെ മലക്കുകൾ എഴുതി വെക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പാപ്പാരൊക്കെ ശ്രദ്ധിക്കാൻ, മക്കളോട് വരുമ്പോ ഞാൻ മുട്ടായി വാങ്ങി കൊണ്ടുവരാം, റോസ്റ്റ് കൊണ്ടുവരാം, ഐസ്ക്രീം കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞ് പോയാൽ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ വാപ്പ അങ്ങനെ പലത് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, വാപ്പ കൊണ്ടുവരില്ല എന്നായി പോകും. അങ്ങനെ ആവരുത്. കുട്ടികൾക്ക് ഏറ്റവും വലിയ മാതൃക നമ്മുടെ ഈ വാക്കുകളും പ്രയോഗങ്ങളുമാണ്. നമ്മുടെ മക്കളെ നമ്മൾ അങ്ങനെ ശീലിപ്പിച്ചാൽ എന്ത് നല്ല മക്കളാവുന്നതാണ്. വാക്ക് പറഞ്ഞാൽ അത് വാക്കാണ്, അങ്ങനെ ആവണം. മക്കൾക്ക് അങ്ങനെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. കൊണ്ടുവരുന്നു പറഞ്ഞാൽ കൊണ്ടുവന്നിരിക്കും. ഇല്ലെങ്കിൽ മക്കളോട് ആദ്യേ പറയാ, വാപ്പാക്ക് ഇങ്ങനെയൊക്കെ തിരക്കുണ്ട് മോനെ, ഇപ്പൊ പറ്റില്ല, വാപ്പ പിന്നെ തരാം എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യാം, മക്കളോട് കോംപ്രമൈസ് ആവണമെന്നാണ്. വാക്ക് പറഞ്ഞാൽ പാലിക്കണം. ചില കുട്ടികൾ എന്ത് ചെയ്യും, പാതിരാത്രി വരെ കാത്തിരിക്കും, വാപ്പ എനിക്കൊരു ടോയ് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, വാപ്പ വരെയാണ് പാതിരാത്രി, അല്ലാ ഞാനത് വറ്റ മറന്നല്ലോ, കുട്ടി സാരല്ല എന്ന് പറഞ്ഞ് ഉറങ്ങും. പിറ്റേന്ന് വാപ്പ പിന്നീട് എപ്പോഴെങ്കിലും വാപ്പ പറയും ഞാൻ എന്തെങ്കിലും കൊണ്ടുവരാം, അന്നും കുട്ടി കാത്തിരിക്കും ഉറക്കൊഴിച്ചിട്ട്. ഉമ്മ പറയും മോനെ ഉറങ്ങിക്കോ, ഇല്ല വാപ്പ വന്നിട്ടേ ഉറങ്ങുന്നുള്ളൂ. കുട്ടി മറന്നിട്ടുണ്ടാവില്ല, വാപ്പ മറന്നിട്ടുണ്ടാവും. അന്ന് കുട്ടി കിടന്നുറങ്ങാൻ പോകുമ്പോ തീരുമാനിക്കും, ഇനി എന്റെ വാപ്പ പറഞ്ഞാൽ ഞാൻ കേൾക്കൂല, എന്റെ വാപ്പ നുണ പറയുന്ന ആളാണ്. ഇത് വരാതിരിക്കാനാ നബിതങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയോട് നിങ്ങളുടെ മോന് വല്ലതും തരാമെന്ന് പറഞ്ഞ് കൊടുക്കാതിരുന്നാൽ ആ വിളിക്കുന്ന വിളി നുണയായിരിക്കും ഉമ്മ, നിങ്ങളുടെ മേൽ കുതിബത അലൈകി കിൽബ, അത് നുണയായി അല്ലാഹു രേഖപ്പെടുത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സംഭവിക്കാൻ പാടില്ലാത്തതാണെന്ന്. من قال لصبي تعال هاك ثم لم يعته فهي كذبة, ഒരു കുട്ടിയോട് ഇവിടെ വാ നിനക്ക് ഞാൻ തരാമെന്ന് പറഞ്ഞു വിളിക്കുകയും ആ കുട്ടിക്ക് ആ പറഞ്ഞത് കൊടുക്കുകയും ചെയ്തില്ലെങ്കിൽ അത് നുണയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കളവ് പറയരുത്. തമാശ പറയുമ്പോൾ തമാശയിലും കളവ് പറയരുത്.
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ്, അതിന്റെ വചനങ്ങളല്ല, ബിമഅനൽ ഹദീസ്, അതിന്റെ മഅന ഞാൻ ഉദ്ധരിക്കുകയാണ്. അന ളാമിനുൻ ബിബൈത്തിൻ ഫീ റബദിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ സ്വർഗ്ഗത്തിലൊരു വീട് ഞാൻ നിങ്ങൾക്ക് തരാം. ആർക്കാണത്? ലിമൻ തറക്കൽ മിറാഅ വഇൻ കാന മുഹിഖാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആരാണോ താൻ പറയുന്ന വിഷയം ന്യായവും സത്യവുമായിരിക്കെ തർക്കിക്കാതിരിക്കുന്നത്, ആരാണോ തർക്കങ്ങൾ ഒഴിവാക്കുന്ന ആളുകൾക്ക് സ്വർഗ്ഗത്തിലെ വീട് ഞാൻ പണിതു തരാം. വബിബൈത്തിൻ ഫീ വസത്തിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ മധ്യത്തിലൊരു വീട് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി നിന്ന് തരാം. ആരാണോ നുണ പറയാതിരിക്കുന്നത്, വഇൻ കാന മാസിഹ, തമാശ പറയുകയാണെങ്കിലും നുണ പറയാതിരിക്കുന്നത് ആരാണോ അവർക്ക് ഞാൻ സ്വർഗ്ഗത്തിന്റെ മധ്യത്തിൽ വീട് തരാം. വബിബൈത്തിൻ ഫീ അലൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ ഉന്നതങ്ങളിൽ വീട് ഞാൻ വാങ്ങിച്ചു തരാം. ലിമൻ ഹസന ഖുലുഖുഹു, ആർക്കാണോ സൽസ്വഭാവം ഉണ്ടാകുന്നത് അവർക്ക് സ്വർഗ്ഗത്തിന്റെ മധ്യത്തിൽ വീട്, സ്വർഗ്ഗത്തിന്റെ ഉന്നതങ്ങളിൽ, സ്വർഗ്ഗത്തിന്റെ മധ്യത്തിൽ, സ്വർഗ്ഗത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ. തമാശയിൽ പോലും കളവ് പറയാതിരിക്കുന്നത്. നബിയുടെ മുമ്പിൽ വന്നൊരു പെണ്ണ് ചോദിച്ചിരുന്നു, നബിയേ എനിക്കൊരു ഒട്ടകം വേണം യാത്ര പോകാൻ. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ഞാനൊരു ഒട്ടകത്തിന്റെ കുട്ടിയെ തന്നാൽ പോരെ. നബിയെ ഒട്ടക കുട്ടി കിട്ടിയിട്ട് എന്താണ് നബിയെ കാര്യം? നബി ഞങ്ങൾ പറഞ്ഞു, ഏത് ഒട്ടകവും പ്രസവിക്കുന്നത് കുട്ടിയെ തന്നെയല്ലേ, നിങ്ങൾക്ക് ഞാൻ തരുന്ന ഒട്ടകം അതിന്റെ ഉമ്മയുടെ കുട്ടിയല്ലേ എന്ന് ആ തമാശയെ തിരുത്തിക്കൊടുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പെണ്ണ് നബി ഞങ്ങളുടെ മുമ്പിൽ വന്ന വിഷയം അവതരിപ്പിച്ചപ്പോ, നിങ്ങളുടെ ഭർത്താവിനെ ഞാൻ അറിയുമല്ലോ, ആ കണ്ണിന് വെളുപ്പുള്ള ആളല്ലേ എന്ന് ചോദിച്ചപ്പോ, നബിയെ എന്റെ ഭർത്താവിന്റെ കണ്ണിന് വെളുപ്പില്ലല്ലോ. ഞങ്ങൾ പറഞ്ഞു, ഏതൊരു മനുഷ്യന്റെ കണ്ണിന്റെ കൃഷ്ണമണിക്ക് ചുറ്റും വെളുപ്പുണ്ടല്ലോ, അത് നിങ്ങളുടെ ഭർത്താവിനുമില്ലേ? ഉണ്ടല്ലോ നബിയെ, ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. തമാശയാണ്, എന്നാൽ കളവില്ല. തമാശയാണ്, പക്ഷേ കളവില്ല. ഇങ്ങനെയാണ് ഞാൻ തമാശ പറയാറുണ്ട്, പക്ഷേ അതിൽ നുണ പറയാറില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സമയം പാലിക്കുന്നത് മുമ്പൊരിക്കൽ ഉണർത്തിയ വിഷയമാണ്. സമയം പാലിക്കുന്നത് ദയവ് ചെയ്ത് മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, കച്ചവടക്കാരും ജോലി ചെയ്യുന്നവരും യാത്ര പോകുന്നവരുമൊക്കെ സമയം കൃത്യമായി പറയണം. പേരാമ്പ്രയിന്ന് വിട്ടാ പറഞ്ഞാൽ മതി, പേരാമ്പ്ര വിട്ടിട്ടുണ്ട്. ഇവിടെ വിടുമ്പോഴേക്കും പറയണ്ട, ഞാൻ മെഡിക്കൽ കോളേജ് സിഗ്നലിലാ ഉള്ളത്. എന്നിട്ടാ മനുഷ്യൻ ഇങ്ങനെ കാത്തിരിക്കും. ഇപ്പൊ ഇവിടെ പിന്നെ ഫോൺ എടുക്കൂല. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് 5 മിനിറ്റ് എന്ന് പറഞ്ഞു വരും. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ചെയ്യരുത്. 5 മിനിറ്റ് നിങ്ങൾ പറഞ്ഞാൽ 1 മിനിറ്റ് 60 സെക്കൻഡാണ്. അത് കൃത്യമായി 5 മിനിറ്റ് കൊണ്ട് എത്തുമോ മാത്രം പറഞ്ഞാൽ മതി. 5 മിനിറ്റ് കൊണ്ട് വരാൻ 5 മിനിറ്റ് എന്ന് പറഞ്ഞ അരമണിക്കൂർ എടുക്കുന്ന ആൾക്കാർ. എനിക്കത് ശീലല്ല, എനിക്കത് വളരെയധികം ഇഷ്ടക്കേടുണ്ടാക്കുന്ന വിഷയമാണ്. സമയം പറഞ്ഞിട്ട് കൃത്യത ചെയ്യാതിരിക്കുന്നത് എനിക്ക് വളരെ വിഷമാണ്. ഞാൻ പറയുകയാണെങ്കിൽ അങ്ങനെ പറയാറുള്ളൂ. എന്ത്? ഇങ്ങനെയാണ് എന്റെ സമയം, ഇത്രയാണ്, ഇത്ര മിനിറ്റാണ് എന്റെ മുമ്പിലുള്ളത്, അളന്നു മുറിച്ച് കൊടുക്കുകയാണ്. അതിനപ്പുറം ഇപ്പുറം നാവിന് ലൈസൻസ് ഇല്ലാതെ, വാക്കിന് വിലയില്ലാത്ത മനുഷ്യന്മാർ എന്തൊരു ബുദ്ധിമുട്ടാണ്. 10 മിനിറ്റ് കൊണ്ട് എത്തുന്നു പറഞ്ഞാൽ എത്തുന്ന ആൾക്ക് അറിയാൻ ഞാൻ 20 മിനിറ്റ് കഴിഞ്ഞ് എത്തുന്നു, അത് പറഞ്ഞാൽ പോരെ. ആ 10 മിനിറ്റ് ഇയാൾക്ക് മറ്റേതെങ്കിലും ചെയ്തുകൂടെ? ഇയാൾ റോഡിൽ അങ്ങനെ നിർത്തുകയാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്തിൽ തങ്ങളുമായി ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പ് ഒരു ഇടപാട് ബന്ധമുണ്ടായിരുന്ന ഒരു സഹോദരി, അബുൽ ഹംസ എന്ന് പറയും, അബ്ദുല്ലാഹിബിൻ അബുൽ ഹംസ ബായഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു. അവർ പറയാണ്, ഞാൻ നബി തങ്ങളുമായി ഒരു ഇടപാടുണ്ടായിരുന്നു ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ്. ഇസ്ലാമിലേക്ക് വന്നതിന്റെ ശേഷം അതിന്റെ ബാക്കി നബിക്ക് കൊടുക്കണം. അപ്പൊ ഞാൻ നബിയോട് പറഞ്ഞു, നബിയെ ഇന്നാലിന്ന സ്ഥലത്ത് ഇന്നാലിന്ന സമയത്ത് കാണാം. അല്ലാഹുവിന്റെ റസൂൽ അവിടെ പോയി കാത്തിരിക്കുകയാണ്. ഇയാൾ പോയില്ല, അന്ന് പോയില്ല, പിറ്റേന്ന് പോയില്ല. 3-ാമത്തെ ദിവസം കഴിഞ്ഞ് അവിടെ ചെന്നപ്പോൾ അവിടെയുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ ഫതാ ലഖദ് ശഖഖ്ത അലൈ,
ചെറുപ്പക്കാരാ നീ എനിക്ക് വല്ലാതെ പ്രയാസാക്കിയല്ലോ. അനഹാഹുന മുൻദു സലാസിൻ അൻതദിറുക, 3 ദിവസമായി ഞാനിവിടെ നിന്നെ കാത്തിരിക്കുകയാണ്. നീ പറഞ്ഞില്ലേ നീ ഇവിടെ വരുമെന്ന്, 3 ദിവസമായി ഞാൻ നിന്നെ കാത്തിരിക്കുകയാണ് ഇവിടെ എന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയോട് സമയം പറഞ്ഞതാ. ഇവിടെ വരാം നബിയേ. അങ്ങനെ പറഞ്ഞാൽ കൃത്യമായിട്ട് ചെയ്യാം. വരുന്നു പറഞ്ഞത് മാത്രം ചെയ്യാം. വരാൻ കഴിയുന്നത് മാത്രം, തരാൻ കഴിയുന്നത്, ചെയ്യാൻ കഴിയുന്നത് മാത്രം പറയാം. ജോലി ചെയ്യുന്ന ആളുകൾ ദയവ് ചെയ്ത്, തേപ്പുകാരും കരണ്ട് പണിക്കാരും പ്ലംബിംഗരുണ്ടോ, നാളെ വരട്ടോ, എന്ത് നാളെ, മറ്റന്നാൾ ശരിയാക്കി തരാം, എന്ത് മറ്റന്നാള്, മാസങ്ങൾ കഴിയും. ഈ നുണ പറയരുത്. ഇത് നുണയാണ്, നാവ് കൊണ്ട് ചെയ്യുന്ന തെറ്റാണ്. വാക്കുകൾ കൃത്യമാവുക, കൃത്യസമയം. നമ്മുടെ ബസ്സുകൾ കൃത്യസമയത്ത് ഓടണം, നമ്മളുടെ സ്കൂളുകൾ കൃത്യസമയത്ത് ആരംഭിക്കണം, നമ്മുടെ മദ്രസകൾ കൃത്യസമയത്ത് തുടങ്ങണം, കൃത്യസമയത്ത് അവസാനിക്കണം. നമ്മുടെ പ്രഭാഷണങ്ങൾ കൃത്യമായി തുടങ്ങുകയും കൃത്യമായി അവസാനിക്കുകയും ചെയ്യുക. നമ്മുടെ പ്രവർത്തനങ്ങൾ സ്ട്രക്ചേർഡ് ആവുക. ഇന്ന സ്വലാത്ത കാനത അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ, മുഅ്മിനീങ്ങൾക്ക് സമയം നിശ്ചയിക്കപ്പെട്ടതാണ്. നിസ്കാരം കൃത്യമായ സമയമാണ്. നാട്ടിലൊന്നും പങ്ക്ച്വാലിറ്റി നടക്കാറില്ല. നടക്കാൻ പറ്റുമോ എന്ന് നമ്മൾ പരിശ്രമിക്കുക. ഗൾഫിലൊക്കെ ഏറെക്കുറെ ഇത് നടക്കുന്നുണ്ട് കേട്ടോ. ഗൾഫിലൊക്കെ കൃത്യമാണ്. അബുദാബിയിൽ ഖുർആൻ ക്ലാസ് നടക്കുന്നുണ്ട് എല്ലാ ശനിയാഴ്ചയും. 8:30 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞാൽ 8:29 തുടങ്ങിയിരിക്കും. അത് 11 മണിക്ക് നിർത്താന്ന് പറഞ്ഞാൽ 10:59 നിർത്തിയിരിക്കും. ഇങ്ങനെ കൃത്യമായിട്ട് പോകുന്നുണ്ട് അവിടെ. അപ്പൊ ആൾക്കാരും വരും ടൈമിന്. ഇതറിയാം 9 മണിക്ക് അതെന്ന് പറഞ്ഞാൽ 10 മണിക്കേ തുടങ്ങുള്ളൂ, അതിനനുസരിച്ച് വരുള്ളൂ നമ്മള്. ഇപ്പൊ നോട്ടീസിൽ എന്റെ ഏരാന്ന് അറിയിച്ചാൽ 8:00 ആൾക്കാർ വരുള്ളൂ. അത് 8:30 തന്നെ പറഞ്ഞാൽ പോരെ. 9 മണിക്ക് തുടങ്ങുകയാണെങ്കിൽ നീ 9 തന്നെ പറയണം. ആ നോട്ടീസ് അടിച്ച മുഴുവൻ നോട്ടീസും പിന്നെ പച്ച നുണയായി അടിച്ചു വിട്ടതാണ്. അതിന്റെയൊക്കെ കുറ്റുണ്ടാവും. നമ്മളത് മനസ്സിലാക്കണം. നിസ്സാരമല്ല. വതഹ്സബൂനഹു ഹയ്യിനൻ വഹുവ ഇൻദല്ലാഹി അദീം. പിന്നെ ഏതെങ്കിലും തക്കതായ കാരണങ്ങളെ കൊണ്ട് നമുക്ക് താമസിക്കേണ്ടി വന്നാൽ അത് അല്ലാഹു പുറത്തു തരും. അത് നമ്മൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യാം.